കുട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ലോ കോസ്റ്റ് ഗാർഡൻ ടിപ്സുമായിട്ടാണ് വരുന്നത്. ഇത് ഞാനൊരു മരത്തിൻ്റെ വേരിൽ ചെയ്തിട്ടുള്ള ഓർക്കിഡിനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഞാൻ മുറ്റത്തുള്ളൊരു മരത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇത് ടയറിൽ പുല്ല് നട്ടുപിടിപ്പിച്ചതാണ്. അതിൽ ടയറിന് ചുമന്ന പെയിൻ്റ് അടിച്ച് പുല്ല് വൈറ്റ് ഷായിട്ടുള്ള പുല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും കുട്ടീസിൻ്റെ മറ്റൊരു ലോ കോസ്റ്റ് ഗാർഡൻ ഐഡിയയാണ്. പഴയ പാത്രങ്ങളെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയൊരു ഫ്ലവർ പോട്ടാക്കി എങ്ങനെ മാറ്റാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പൊട്ടിയ ചട്ടിയാണ് എടുത്തേക്കുന്നത്. കുറേ ഉപയോഗിച്ച് അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിനെയാണ് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് നല്ലൊരു ഫ്ലവർ പോട്ടാക്കി മാറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് MRFൻ്റെ ആക്രിലിക് ബ്രൈറ്റ് കോപ്പർ എന്നുള്ള പെയിൻ്റാണ്. കുറച്ചൊരു 250 രൂപയോളം അതിന് വിലയുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയുള്ളൊരു ബോട്ടിൽ വാങ്ങിയാലും കുറേ നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചട്ടികളോ നല്ല പെബിൾസോ ഒക്കെ പെയിൻറ്റ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു പെയിൻ്റാണിത്. പിന്നെ നമുക്ക് മൂടി തുറന്നെടുത്ത് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അകത്തേക്ക് ഇറക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഭാഗം മണ്ണ് നിറഞ്ഞു പോയിക്കോളൂ. അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. പല കളറ് മെറ്റാലിക് ഗ്ലോയുള്ള പല കളറുകൾ, സിൽവറും ഗോൾഡനും അങ്ങനെ പലതും കിട്ടും. ചെറിയൊരു പാത്രം പെയിൻ്റ് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കോട്ടാണ് നമ്മൾ അടിച്ചത്. ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ചട്ടിയുടെ ലുക്കൊക്കെ മാറി നല്ല ഒരു പുതിയ കോപ്പറിൻ്റെ പാത്രം പോലെയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടുത്ത കോട്ടും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ആയിട്ട് വരും ഇത് പാത്രം. ഇങ്ങനെ ഏത് പാത്രത്തെയും നല്ല ഷേപ്പുള്ള നല്ല പഴയ പാത്രങ്ങളും ഭരണികളും ഒക്കെ നമ്മുടെ വീടുകളിൽ കാണും. അതിലേക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ പോട്ടാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചട്ടി നേരെ വെച്ച് ഒരു ഇത്രയും ഭാഗം നമ്മൾ ഒരു വക്ക് കുറച്ച് താത്തി ഒരു 2 ഇഞ്ച് താത്തി അടിച്ചാൽ മതി. ബാക്കി നമ്മൾ മണ്ണ് നിറയ്ക്കുന്നില്ല. അപ്പോൾ അതങ്ങ് കാണാതെ പോയിക്കോളും. ഇങ്ങനെ 3 ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി ചട്ടി തന്നെയാണ്, എന്നിരുന്നാലും വെള്ളം ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ 3 ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മണ്ണ് നിറച്ചിട്ട് ഒരു ചെടീനെ നടാം. ഹോളടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 ചെറിയ ഓടിൻ്റെ കഷ്ണം ഇടുക. ചാണകപ്പൊടി, ചകിരിയും കൊക്കോപ്പീറ്റും മണ്ണും മണലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതമാണിത്. അത് കുറച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ നടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെടി വാങ്ങിച്ചാണ്. അതിന് കവറിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഹാർഡായിട്ടുള്ള മണ്ണിനെ കുറച്ച് നമുക്ക് ഉതിർത്ത് കളയണം. ഭയങ്കര പശ കൂടിയ മണ്ണാന്ന് തോന്നുന്നത്. ഇത് കുറച്ച് വേരൊന്നും പോവാതെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കി മണ്ണും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇത് നമ്മുടെ പഴയ ചട്ടിയാണെന്നൊന്നും തോന്നിയില്ല. നല്ല അടിപൊളി ഒരു ഫ്ലവർ പോട്ടായിട്ട് മാറി. ഈ ചെടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിട്ട് വന്നോളും. ഇതുപോലെ ചെറിയ പൈസയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ചട്ടിയാണ്. അപ്പോൾ അതിന് ഗോൾഡൻ പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ലുക്ക് തന്നെ മാറി. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റ് ഈ ഒരു ചട്ടിയിലിരിക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ചട്ടിയോടുകൂടി നമ്മൾക്ക് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ചട്ടികൾ നമുക്ക് പലതും വാങ്ങാൻ കിട്ടും. ആ ചട്ടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയായി. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു മണ്ണിൻ്റെ പൈപ്പിൻ്റെ പീസാണ്. അപ്പം അതിലൊരു മരത്തിൻ്റെ കമ്പി ഞാനിങ്ങനെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഈ കമ്പി വളച്ച് അതിൽ അടിച്ചാണി വെച്ചിട്ട് അടിച്ചുറപ്പിച്ചിട്ട് ചെടി വെച്ചിരിക്കുന്നതാണ്. ഇതെൻ്റെ അടീനിയൊക്കെ മുറിച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ളതാണെങ്കിൽ നമുക്കിതിൽ വെക്കാനായിട്ട് സാധിക്കും. കുറച്ച് വണ്ണമുള്ള കമ്പിയാണെങ്കിൽ വെയിറ്റുള്ള കാര്യങ്ങൾ പോലും വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് ചെടിയൊക്കെ പൂത്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയാലും അതിനെയൊക്കെ നമുക്ക് പിന്നെ ഗാർഡനിൽ ഒന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ളൊരു മൺചട്ടിയാണ്. അപ്പോൾ ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ അകവും കൂടെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ശരിക്കും ഇതൊരു ഓട്ടുരുളി പോലത്തെ ലുക്കിലേക്ക് വന്നു. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെടി ഈ മൈക്രോ ലോട്ടസൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നന്നായിട്ട് നമുക്കിത് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു 10-60 വർഷം പഴക്കമുള്ള പാത്രമാണ്. ഞങ്ങൾ തറവാട്ടിലായിരുന്നപ്പോൾ അവിടെ വെള്ളമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. തണുത്ത വെള്ളത്തിനൊക്കെ നമ്മൾ പൂജയാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുന്ന ആ കാലഘട്ടത്തിനൊക്കെ മുന്നേ ഇതിലൊക്കെ വെച്ചിട്ടാണ് മനുഷ്യർ വെള്ളമൊക്കെ തണുപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാപ്പൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ വെള്ളം നിൽക്കില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതിനെ എടുത്ത് പെയിൻ്റൊക്കെ ചെയ്ത് മണ്ണൊക്കെ നിറച്ചൊരു ഇൻഡോർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു വേറെ ലെവലിലേക്ക് മാറി. ഇത് ചെറിയ മണ്ണിൻ്റെ ഒരു കോപ്പയായിരുന്നു. അപ്പം അതിങ്ങനെ പൊട്ടിത്തുടങ്ങി. അപ്പോൾ പൊട്ടിപ്പോയി ഇവിടെ. അപ്പോൾ ഞാൻ അതിനെ പെയിൻറ്റ് ചെയ്ത് അതിനകത്ത് ചെറിയൊരു ചെടി ഇങ്ങനെ പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മൺപാത്രമാണെങ്കിലും പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല മെറ്റാലിക് ഗ്ലോ കിട്ടുന്ന, നല്ല ഗ്ലേസിങ് കിട്ടുന്ന തരത്തിലുള്ള കോപ്പർ, ഗോൾഡ്, സിൽവർ ഇങ്ങനെയുള്ള പെയിൻറ്റുകളൊക്കെ വാങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ചെറിയൊരു ബോട്ടിലാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനും കുറേ ഏരിയ നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യാനും അത് കിട്ടും.